Welcome everyone to the talk again. So today we have Anne. She's doing PhD in quantum materials at University of Würzburg, Germany. She will be sharing her experience with us. So welcome Anne to the talk. Thank you so much for accepting the interview request and to be here to share your experience with everyone. Thank you so much. So നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാമോ? ഹലോ, ഐ ആം ആൻ എലീസ ജോസഫ്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വൂസ്ബർഗിൽ ഫിസിക്സിൽ മെയിൻലി ക്വാണ്ടം മെറ്റീരിയൽസിൽ ഫസ്റ്റ് ഇയർ PhD സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ചെയ്തത് ഐസർ TVMലാണ്, ഫിസിക്സിലാണ് ചെയ്തത്. ആൻഡ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് തന്നെ എനിക്ക് PhD പൊസിഷൻ കിട്ടി ആൻഡ് ഞാൻ ജർമ്മനിയിലേക്ക് വന്നു. അത്രയും പോരെ. അതെ, ജർമ്മനി ഏതാ യൂണിവേഴ്സിറ്റിന്റെ പേരും എന്താ റിസർച്ച് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഓക്കെ. ഞാൻ ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വൂസ്ബർഗിലാണ് റിസർച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം മെയിൻലി ഫോക്കസിങ് ഓൺ കോറിലേറ്റഡ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഞാൻ മെറ്റീരിയൽ സിന്തസിസ് ചെയ്യും യൂസിങ് പൾസ് ലേസർ ഡെപ്പോസിഷൻ. എന്നിട്ട് ആ മെറ്റീരിയലിൻ്റെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിക് മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇൻകോർ ഫിസിക്സ് സ്റ്റഡീസാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ. എനിക്ക് ഈ ഫിസിക്സിനെ കുറിച്ച് അധികം നോളജ് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ മനസ്സിലായി മെറ്റീരിയൽ സിന്തസിസ് ഒക്കെയാണ് വർക്ക് എന്നുള്ളത്. അപ്പൊ ഇവിടെ PhDക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, ആ പ്രോസസ്സ് ഒന്ന് പറയാൻ പറ്റുമോ? യാ, ആക്ച്വലി ഇവിടെ എനിക്ക് പൊസിഷൻ കിട്ടിയത് ഞാൻ മെയിനായിട്ടും കോൾഡ് മെയിൽ അയച്ചിട്ടാണ്. ലൈക്ക് എനിക്ക് മെയ് 2025 ഇൻ്റർവ്യൂ. പക്ഷെ ഞാൻ ഈ പൊസിഷനെ പറ്റി തിരക്കിയത് നവംബർ 2024 ആണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം നവംബർ 2024 ഈ പ്രൊഫസർ എന്നോട് പറഞ്ഞിരുന്നു ഒരു വേക്കൻസി ഉണ്ടാവും ഇൻ ദ നെക്സ്റ്റ് 6 months. അപ്പം എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. ഒരു 2 months കഴിഞ്ഞിട്ടും ഞാൻ ഇടയ്ക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നു. എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ടൈം ആവുമ്പോൾ തീരും, ഇങ്ങനെ പൊസിഷൻ ഉണ്ടാവുമോ എന്നൊക്കെ, പൊസിഷൻ സ്റ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് പ്രൊഫസർ പോസിറ്റീവായിട്ട് റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സ്റ്റിൽ വേറെ പൊസിഷനിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടും എന്ന് എനിക്ക് അങ്ങനെ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഏപ്രിൽ ഒക്കെ ആയപ്പോൾ എൻ്റെ പ്രസന്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റിൽ കുറേ ഇന്റർവ്യൂസ് ഒക്കെ വന്നു. അതിൽ റിജക്ഷൻ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ഒന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഈ പ്രൊഫസറിന് വീണ്ടും മെയിൽ അയച്ചു. എൻ്റെ പ്രസന്റേഷൻ കഴിഞ്ഞു, ഇതാണ് എൻ്റെ പ്രസന്റേഷൻ, അത്യാവശ്യം നല്ല പോസിറ്റീവ് വർക്ക് ഒക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ മെയിൽ അയച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്താലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പ്രൊഫസർ എന്നോട് ഓക്കെ പറഞ്ഞു, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ തിങ്ക് മെയ് 13 സംതിങ് എനിക്കൊരു വീഡിയോ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. എന്നിട്ട് ആ വീഡിയോ മീറ്റിംഗ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അവരെനിക്ക് അവിടുത്തെ വർക്ക് മൊത്തം പറഞ്ഞു തന്നു, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്കൊരു ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്. ഓക്കെ, അതിനുശേഷം നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, എന്നിട്ട് അഡ്മിഷൻ കിട്ടി, എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തു അല്ലേ? യാ യാ ഓക്കെ ഓക്കെ. അപ്പോൾ കോൾഡ് മെയിലിംഗ് അല്ലേ വർക്ക് ചെയ്തത്? അപ്പോൾ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ആ പുള്ളിക്ക് മെയിൽ അയച്ചു, അങ്ങനെയല്ലായിരുന്നോ? യാ ഈ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഞാൻ സമ്മർ ഇന്റേൺഷിപ്സിനും കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് ഞാൻ സമ്മർ ഇന്റേൺഷിപ്പിന് ഇവിടുത്തെ ഓൾറെഡി ഒരു പ്രൊഫസറിന് മെയിൽ അയച്ചിരുന്നു. ആൻഡ് അത് ഏകദേശം ഓക്കെ ആയതായിരുന്നു. പിന്നെ വിസയുടെ പ്രശ്നം കാരണം നടന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ആ പ്രൊഫസറിനെ തന്നെയാണ് PhDക്ക് അപ്രോച്ച് ചെയ്തത്. അപ്പം ഞാൻ ഗ്രോത്തിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഗ്രോത്തിൽ പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു പൊസിഷൻ ഇല്ല. അപ്പൊ ഞാൻ ഈ സെയിം ഫീൽഡ് ഏകദേശം വരുന്ന വേറെ പ്രൊഫസേഴ്സിനെ നോക്കി. അങ്ങനെയാണ് ഞാൻ ഓക്സൈഡ് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചു, എന്നിട്ട് പുള്ളിക്ക് മെയിൽ അയച്ചു, എന്നിട്ട് ഈ പറഞ്ഞ യാ പ്രൊസീജിയർ മൊത്തം അല്ലേ ആ സ്റ്റോറി. ഓക്കെ, അതിനുശേഷം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു അഡ്വൈസ് ആണ് വേണ്ടത്. ഒരു PhD ആസ്പിറന്റ് ഫിസിക്സിലോ അല്ലെങ്കിൽ ക്വാണ്ടം മെറ്റീരിയൽസിലൊക്കെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവരാദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അവരുടെ പ്രൊഫൈൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, അല്ല എന്തിന് ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഇപ്പൊ PhD അപ്ലൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ടും നിങ്ങളുടെ CV എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം.
ഇപ്പോൾ എന്ത് പുതിയ പ്രൊജക്റ്റ് ചെയ്താലും അതെപ്പോഴും കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. CV എപ്പോഴും റെഡി ആയിട്ട് വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ US അല്ലെങ്കിൽ ചിലപ്പോൾ യൂറോപ്പിലെ ചില പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കവർ ലെറ്റർ വേണ്ടി വരും. അപ്പോൾ കവർ ലെറ്ററും ഓൾറെഡി റെഡിയാക്കി വെക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ നമ്മള് അഡ്വർടൈസ്ഡ് പൊസിഷൻസ് നമുക്ക് യുറാസിസിൽ, ഫൈൻഡ് എ PhD അതിലൊക്കെ ഞാനും നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൊന്നും എന്നെ എടുക്കില്ല. എനിക്ക് അതിനുള്ള മീൻസ് റിസർച്ച് എക്സ്പീരിയൻസ് ഇല്ലാന്ന് നമ്മൾ വിചാരിച്ചാലും പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പം എനിക്ക് എന്റെ ഒരു കേസിൽ പറഞ്ഞാല് എന്റെ റിസർച്ച് എക്സ്പീരിയൻസ് മാച്ച് അല്ലാത്ത പൊസിഷന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ടോപ്പിക്ക് പഠിച്ചെടുക്കും എന്നുള്ള ഒരു ഉം. കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് ചിലപ്പോൾ നമ്മളെ എടുക്കില്ല. കാരണം അതിനോട് മാച്ച് ആയിട്ട് വരുന്ന വേറെ കാൻഡിഡേറ്റ്സ് കാണും. പക്ഷെ നമുക്ക് ഓരോ ഇന്റർവ്യൂസും ഓരോ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോ നമ്മളിപ്പോ നമ്മുടെ ഫീൽഡിന് മാച്ച് അല്ലാത്ത ഇന്റർവ്യൂ കൊടുത്താ നമ്മുടെ ഫീൽഡിന് മാച്ച് ആവുന്ന ഇന്റർവ്യൂ വരുമ്പോ നമ്മള് ശരിക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ആൻഡ് ചിലപ്പോൾ നമുക്ക് ആ പൊസിഷൻ കിട്ടുകയും ചെയ്യായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യാന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ കോൾഡ് മെയിലും ഉണ്ട്, പൊസിഷൻസും ഉണ്ട്. അപ്പൊ പൊസിഷൻസും അപ്ലൈ ചെയ്യാ, പാരലൽ ആയിട്ട് കോൾഡ് മെയിലും കൊടുക്കാന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില പ്രൊഫസേഴ്സ് അവരുടെ പൊസിഷൻസ് അഡ്വർടൈസ് ചെയ്യണം എന്നില്ല. അവര് അപ്പോ നമുക്ക് അങ്ങനത്തെ കേസിൽ നമ്മൾ കോൾഡ് മെയിൽ അയക്കുന്നതും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോ കോൾഡ് മെയിൽ അയക്കുമ്പോഴും അത് കുറച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ട് അയക്കണം. കാരണം ഇപ്പൊ ഒരു പ്രൊഫസറിനെ അയക്കുകയാണെങ്കിൽ അവിടുത്തെ ആ പ്രൊഫസറിന്റെ ഫീൽഡും നമ്മുടെ ഫീൽഡും എങ്ങനെ മാച്ച് ആവുന്നെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം അപ്ലൈ ആക്കാൻ. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഒക്കെ കുറെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു 10 അപ്ലൈ ചെയ്ത ഒരു 1-2 പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എങ്കിലും കിട്ടായിരിക്കും. അത് വളരെ ശരിയാണ് പറഞ്ഞത്. നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നോ അത്രയും നമുക്ക് കോൺഫിഡൻസ് കൂടി കിട്ടുകയും ചെയ്യും. ഈ ജർമ്മനിയിലുള്ള നമ്മുടെ PhD സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഒരു PhD എന്ന് പറയുന്നത് എത്ര വർഷം കൊണ്ട് തീർക്കണം? എന്താണ് അതിന്റെ സ്ട്രക്ചർ ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ PhD കോൺട്രാക്ട് ഇപ്പൊ 4 ഇയേഴ്സ് ആണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും 3 ഇയേഴ്സ് കോൺട്രാക്ട് ആണ് കിട്ടുന്നതെന്ന്. മേ ബി അതൊരു 6 മന്ത്സ് അല്ലെങ്കിൽ മേ ബി 1 മന്ത് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കായിരിക്കും. എന്റെ കോൺട്രാക്ട് അനുസരിച്ചിട്ട് എനിക്ക് 1 ഇയറും കൂടെ എക്സ്റ്റൻഷൻ തരും. അപ്പൊ ടോട്ടൽ 5 ഇയേഴ്സ് ചെയ്യാൻ പറ്റും. അതും എനിക്ക് തോന്നുന്നു പ്രൊഫസേഴ്സ് ഒക്കെ എഗ്രി ചെയ്യണം. അപ്പൊ എനിക്കിപ്പം മനസ്സിലായത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ 2 ടൈപ്സ് ഓഫ് PhD സിസ്റ്റം ഉണ്ട്. ഒന്ന് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റിയുടെ അണ്ടറിൽ ചെയ്യുന്നതും, ഒന്ന് എന്തോ ഗ്രാജുവേറ്റ് സ്കൂളിന്റെ അണ്ടറിൽ ചെയ്യണതും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഗ്രാജുവേറ്റ് സ്കൂളിന്റെ അണ്ടറിൽ ചെയ്യുമ്പോൾ എന്താ മിനിമം ഇത്രയും നമ്പർ ഓഫ് ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം, ഇത്രയും നമ്പർ ഓഫ് റിട്രീറ്റ്സ് അങ്ങനത്തെ ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്റെ കേസിൽ ഞാൻ ഫാക്കൽറ്റിയുടെ അണ്ടറിലാണ്. അപ്പോ എനിക്ക് എന്റെ വർക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്റെ ഇഷ്ടത്തിന് എനിക്ക് കോൺഫറൻസിന് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എന്റെ പ്രൊഫസർ അങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. ലൈക്ക് നമ്മളിപ്പോ മാൻഡേറ്ററി ആയിട്ട് ഇത്ര ഇന്റർനാഷണൽ കോൺഫറൻസിന് പോണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വർക്ക് ലാഗ് ആവും. ചിലപ്പോ ഉം. ഇൻ കേസ്. അപ്പോ എന്റെ പ്രൊഫസർ പറഞ്ഞത് ഫാക്കൽറ്റിയുടെ അണ്ടറിലാവുമ്പോ മീൻസ് നിനക്ക് തോന്നുമ്പോ നിനക്ക് കോൺഫറൻസിന് പോകാം. മീൻസ് വർക്കിനെ ബാധിക്കാതെ രീതിയിൽ പോവാം. അങ്ങനത്തെ കേസാണ് പറഞ്ഞത്. പിന്നെ പിന്നെ PhDക്ക് ജർമ്മനിയിൽ വരുമ്പോ ജർമ്മൻ ലാംഗ്വേജ് വേണ്ട ട്ടോ. ഇംഗ്ലീഷ് ടോഫലും വേണ്ട. ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ടോഫൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നോട് എന്താ ഇംഗ്ലീഷ് മീൻസ് നമ്മൾ പഠിച്ച കോളേജിലൊക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അതുപോലും എന്നോട് ചോദിച്ചില്ലായിരുന്നു. മേ ബി വേറെ യൂണിവേഴ്സിറ്റീസിൽ അത് ചോദിക്കുമോന്ന് എനിക്കറിയില്ല. പിന്നെ ജർമ്മനിയിൽ അത്യാവശ്യം വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ലാബ് ആൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പൊ ചില പ്രൊഫസേഴ്സ് മേ ബി ഭയങ്കര ഇത്രയും വർക്ക് ചെയ്യണം മീൻസ് ഈ ഡെഡ് ലൈനിനുള്ളിൽ എനിക്ക് റിസൾട്ട് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നല്ലതായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. മീൻസ് അതെ. വീക്കെൻഡ്സിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എന്റെ കേസിൽ ഞാൻ വീക്കെൻഡ്സ് ഒന്നും അങ്ങനെ ഇപ്പൊ വർക്ക് ചെയ്യാറില്ല. മേ ബി ഞാൻ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ എന്താവും അറിയില്ല. അതെ അതെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ വർഷവും എന്തെങ്കിലും മൈൽ സ്റ്റോണോ കാര്യങ്ങളോ ഉണ്ടോ? അല്ല പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇത്ര ആ ആ പബ്ലിക്കേഷൻസ് വേണമെന്നോ അത് അങ്ങനെ എന്തെങ്കിലും? അത് ഞാൻ പറയാൻ മറന്നു. ലൈക്ക് 1 ഇയറിൽ നമുക്ക് PhD സ്റ്റാർട്ട് ചെയ്യണേ എന്റെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഫിസിക്സിന്റെ കേസാണ്. ബയോളജി, കെമിസ്ട്രിയിൽ ഡിഫറന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പൊ ഫിസിക്സിന്റെ കേസ് ആവുമ്പോ നമ്മൾ കേറിയിട്ട് 3 മന്ത്സിനുള്ളിൽ ഒരു സ്റ്റാർട്ടപ്പ് മീറ്റിംഗ് കൊടുക്കണം. അപ്പൊ അതിന്റെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാ നമ്മൾ ഈ PhDയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, നെക്സ്റ്റ് 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് എന്താണ് നമ്മുടെ ഗോൾ എന്താണ്, അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് മീറ്റിംഗ് 3 മന്ത്സ് അവര് അറ്റ്ലീസ്റ്റ് 6 മന്ത്സിനെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ 1 ഇയറിലും നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ PhD പോലെ തന്നെയാണ്, PhD സിസ്റ്റം പോലെ തന്നെയാണ് ഇവിടെയും ഈ കേസിൽ. വി ഹാവ് എ അഡ്വൈസറി കമ്മിറ്റി. ഇന്ത്യയില് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ സൂപ്പർവൈസർ അല്ലാത്ത വേറെ ലാബിൽ നിന്നുള്ള സൂപ്പർവൈസേഴ്സ് ഉള്ള ഒരു 4 അല്ലെങ്കിൽ 3 to 4 സൂപ്പർവൈസേഴ്സ് ചേരുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ 1 ഇയറിലും അവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കുറെ ഇൻസൈറ്റ്സ് തരും. അവര് ഡിസ്കസ് ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും. ആക്ച്വലി ഭയങ്കര നല്ലതാണത്. അപ്പൊ നമ്മള് എന്തായാലും ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ PhD വർക്ക് അപ്പൊ നമ്മള് ഓരോ ഇയറിലും ഇങ്ങനെ മീറ്റിംഗ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ PhD നല്ല വെല്ലായിട്ട് പൊക്കോളും. അതെ, അത് ശരിയാണ്. നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻസൈറ്റും ഗൈഡൻസും ഒക്കെ നമുക്ക് ഓരോ വർഷവും ഒരു എക്സ്റ്റേണൽ പേഴ്സന്റെ അടുത്ത് നിന്ന് കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. വെൽ സ്ട്രക്ചേർഡ് ആണ്. ആ, അതെ അതെ, വെൽ സ്ട്രക്ചേർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ഇയർ അല്ല 3 ഇയർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ഒരു പ്രസന്റേഷൻ ആണ് ഉണ്ടാവുക. എങ്ങനെയാ തീസിസ് ഇതുണ്ടോ, ഡിഫൻസ് വരുന്നുണ്ടോ? ഡിഫൻസ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഡിഫൻസ് ഓപ്പൺ ഡിഫൻസ് ആയിരിക്കും, എല്ലാവർക്കും വന്നിരിക്കാം. മറ്റേ അതുവരെയുള്ള അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ്സ് ഒക്കെ നമ്മളും അഡ്വൈസറി കമ്മിറ്റിയിലുള്ളവരും മാത്രമേ ഉള്ളൂ, വേറെ അതെ. ആർക്കും വരാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് 3.5 അല്ലെങ്കിൽ 4 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. അല്ല സോറി, 3 ഇയറും വന്നിട്ട് 4 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയല്ല, 4.5 ആയിരിക്കും. 4 4 ആണ് ഇപ്പോ. 4.5. ഓക്കെ. ചില ആൾക്കാർക്കൊക്കെ 3 ഇയർ ഒക്കെ സ്കോളർഷിപ്പ് ഉം. ഉള്ള ആൾക്കാരുണ്ട്. 3.5. ഫിസിക്സിൽ മിക്കവർക്ക് 4 ഒക്കെയാ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ സിസ്റ്റവും ജർമ്മനി സിസ്റ്റവും ഒക്കെ ഒരുപോലെയാന്ന് തോന്നുന്നു. ഞങ്ങൾക്കും ഇവിടെ 6 മന്ത് കഴിയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. 6 മന്ത് റിവ്യൂ എന്ന് പറയും. നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാനും വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളായിട്ട് ഒരു സംസാരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1 ഇയർ ആവുമ്പോൾ നമ്മൾ കൺഫർമേഷൻ മൈൽ സ്റ്റോൺ എന്ന് പറയും. അപ്പൊ അതില് എന്താന്ന് വെച്ചാല് നമ്മളുടെ റിസർച്ച് പ്ലാനും ലിറ്ററേച്ചർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എൻഡ് ആകുന്ന സമയത്ത് പ്രോഗ്രസ് റിവ്യൂ എന്ന് പറയും. നമ്മുടെ പ്രോഗ്രസ് ഈ ഒരു 1 ഇയർ കൊണ്ടുള്ള പ്രോഗ്രസ് എന്താന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 3 ഇയർ ആവുമ്പോൾ ഞങ്ങൾക്ക് ഡിഫൻസ് വരുന്നില്ല, അതിന് പകരം ഒരു ഫൈനൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആയിട്ട് ഒരു പ്രസന്റേഷൻ ആണ് വരുന്നത് 3 ഇയർ കഴിയുമ്പോൾ. ഉം. ഉം. അത് കഴിഞ്ഞ് 6 മന്ത് കഴിയുമ്പോൾ നമുക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉം. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ അപ്പൊ സിസ്റ്റം. നിങ്ങൾക്ക് ഡിഫൻസ് ഇല്ല, ഓപ്പൺ ഡിഫൻസ് ഇല്ല അല്ലേ? ഓപ്പൺ ഡിഫൻസ് ഇല്ല. ഞങ്ങളുടെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ സെമിനാറിനും നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പ്രസന്റേഷൻ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണേ അയച്ചു കൊടുക്കാം. നമ്മളുടെ നമ്മുടെ സൂപ്പർവൈസറിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണേ ഇൻവൈറ്റ് ചെയ്യാം. പാനൽ മെമ്പേഴ്സിന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഉം. മൈൽ സ്റ്റോണിലും അങ്ങനെ തന്നെ. പക്ഷെ പൊതുവേ നമ്മുടെ പാനൽ മെമ്പേഴ്സും പിന്നെ നമ്മുടെ സൂപ്പർവൈസറും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സും മാത്രമേ ഉണ്ടാവാറുള്ളൂ എല്ലാ മൈൽ സ്റ്റോണിലും. വേറെ ആരും അങ്ങനെ പുറത്തുനിന്ന് വരാറില്ല. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. ഉം. ഇവിടെ ഡിഫൻസിന് മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരും കൂടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അതും മെയിനായിട്ട് ഇവിടെ 4 PM വെക്കുക ഡിഫൻസ്. അപ്പം ഉം. മെയിനായിട്ടും നമ്മുടെ ലാബ് ഗ്രൂപ്പിലുള്ളവരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അത്ര പേരൊക്കെ വരുള്ളൂ. പിന്നെ പ്രൊഫസേഴ്സ് വരും. അതെ. പിന്നെ ചിലപ്പോ ചില ടോപ്പിക് കാണുമ്പോ ചില അത് PhDക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് PhD തോന്നുന്നു. ആ അങ്ങനെ വരും. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, ശരിയാണ്. അതുകൊണ്ടാണ് പൊതുവെ നമ്മളത് പബ്ലിക് ആക്കാത്തത്. നമ്മളെ വർക്ക് ഇതാണ്, നമ്മൾ ഇതിലാണ് ഇനിയിപ്പോ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയ ആൾക്കാർ വന്നിട്ട് അവർക്ക് അറിയാനും വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് പ്രശ്നം. അതൊരു പ്രശ്നാണ്. ലൈക്ക് ഞങ്ങൾക്ക് ഇവിടെന്ന് വെച്ചാൽ ഡിഫൻസ് അവർ അനൗൺസ് ചെയ്യും. മെയിലിൽ അനൗൺസ് ചെയ്യും. അപ്പൊ എല്ലാവരും കാണും. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവര് വരും. എന്നിട്ട് അവര് കുറെ ഡൗട്ട് ചോദിക്കും. അപ്പൊ നമ്മള് ചിലപ്പോ പാനിക് ആവൂലേ ആ സമയത്ത്? എനിക്കറിയാം. അത് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി നമുക്ക് എന്തും മാനേജ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലെത്തും. അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഏകദേശം നമ്മളെല്ലാം ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോക്കിൽ.
ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ കറണ്ട് റിസർച്ച്, നമ്മുടെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ജർമ്മനിയിലെ PhD സ്ട്രക്ചർ എന്താണ്, PhD ആസ്പിറൻസിനുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് താങ്ക് യു. Thank you. Thank you for inviting me.